ആത്മാവിന്റെ നിറവിനായി ആത്മാവ് ഇറങ്ങി വരട്ടെ. ശിഷ്യന്മാർക്ക് മേൽ ഇറങ്ങി വന്ന ആത്മാവ് ഈ സമൂഹത്തിൽ വരട്ടെ. ആത്മാവിന്റെ ഫലത്തിനായി ദാഹിച്ചുകൊണ്ട് കരങ്ങൾ വീശി നിമിഷം അടയ്ക്കാൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിന് വിട്ടുകൊടുക്കാം. ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷങ്ങളാണ്. ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നാം ഒരുങ്ങാം. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ യേശുക്രിസ്തുവിന്റെ തിരുമുൻപിലാണ് നാം ആയിരിക്കുന്നതെന്ന ചിന്ത നമ്മെ മതിക്കട്ടെ. ആ യേശുക്രിസ്തുവിന്റെ മുൻപിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. പലതരത്തിലുള്ള ആകുലതകളും അസ്വസ്ഥതകളും ഒക്കെ നമ്മെ ഈ നിമിഷം ഭരിക്കുന്നുണ്ടാകാം. ഒത്തിരിയേറെ വിഷമത്തോടെ ആയിരിക്കാം നീ ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുക. പക്ഷേ നിന്റെ വിഷമതകളും വേദനകളും ഒക്കെ എന്ത് തന്നെയായാലും അത് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. യേശുവിന്റെ വചനം ശക്തിയുള്ളതാ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അത് ഭൂമിയിൽ പതിച്ച് ഫലം പുറപ്പെടുവിക്കുന്നു. അതുപോലെ തന്നെയാണ് എന്റെ വചനവും. അത് ഭൂമിയിലേക്ക് വന്ന് അത് വേണ്ടവർക്ക് അത് വേണ്ട ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കാതെ എന്നിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ വചനം ശ്രമിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അതിന്റെ കുറവുകളോടുകൂടി, അതിന്റെ വിഷമതകളോടുകൂടി, എല്ലാ അസ്വസ്ഥതകളോടും കൂടി നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞാൻ ഇന്ന് ഈ ഭവനത്തിലായിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് വചനാഭിഷേകമായിട്ട് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, ഒത്തിരിയേറെ വേദനകൾ, ഒത്തിരിയേറെ നൊമ്പരത്തിന്റെ നെരുപ്പോടുകൾ എന്റെ ഹൃദയത്തിൽ എരിയുന്നുണ്ട്. അത് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. ദൈവമേ, ഇന്ന് നീ എന്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. യേശു ശക്തമായിട്ട് വചനത്തിലൂടെയും ഈ ശുശ്രൂഷകളിലൂടെയും ഒക്കെ നിന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ നിമിഷമായിരിക്കാം. നമുക്ക് വചനം ശ്രമിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ആ വചനം നമ്മിൽ ആഴത്തിൽ പതിക്കട്ടെ. എബ്രായർക്കുള്ള ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാ. അത് സന്ധിയിലും മാംസത്തിലും തുളച്ചു കയറി നിന്റെ ഹൃദയങ്ങളെ വിവേചിക്കുവാൻ തക്കവിധം ശക്തമാണ്. ഈ നിമിഷങ്ങളിൽ വചനം ശ്രമിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് വചനാഗ്നി, വചനത്തിന്റെ വാള് തുളച്ചു കയറുമ്പോൾ അത് നിന്റെ ഹൃദയത്തെ വിവേചിക്കുവാനും നല്ല ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാനും തക്കവിധം ശക്തമുള്ളതായിരിക്കട്ടെ. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം കൃപ ചൊരിയട്ടെ. അതിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യേശുവിന്റെ വചനം ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം
അധ്യായം 16 1 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രഹാമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. അവർക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു. കാനാൻദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രഹാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തി അവൾ നിന്ദയോടെ വീക്ഷിച്ചു. സാറായി അബ്രഹാമിനോട് പറഞ്ഞു, എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഞാനാണ് എന്റെ ദാസിയെ നിങ്ങളുടെ ആശ്രയത്തിന് വിട്ടു തന്നത്. പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദിയായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിധിയാളനാവട്ടെ. അബ്രഹാം പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറുവാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്ത വണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബെർലഹൈറോയ് എന്ന് പേരുണ്ടായി. അത് കാദേശിനും ബാരേദിനും ഇടയ്ക്കാണ്. ഹാഗാറിൽ അബ്രഹാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രഹാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സന്തോഷമാണോ ഈ ഭവനത്തിലായിരിക്കുന്നത്? സന്തോഷിക്കാതിരിക്കാൻ കാരണങ്ങളില്ലല്ലോ. കാരണം നാം ദൈവത്തിന്റെ സന്നിധിയിലാണ്, അല്ലെ? കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിലാണ് നമ്മളായിരിക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് സന്തോഷം മാത്രമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം, സന്തോഷിക്കുവാൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ആരില്ല സന്തോഷിക്കേണ്ടത്? എന്റെ ഭർത്താവിലാണോ? ഭാര്യയിലാണോ? മക്കളിലാണോ? പിന്നെ ആരില്ല? കർത്താവിലോ? കർത്താവിൽ സന്തോഷിക്കുക. അപ്പം യേശുക്രിസ്തു നമ്മോട് പറയുന്നതാ, സന്തോഷിക്കുവിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവനെന്ന്. ഇവിടെ ഈ ഭവനത്തിൽ വചനകൂടാരത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മോടും പറയുന്നത്, നിന്റെ അസ്വസ്ഥതകളും ഭാരങ്ങളും എല്ലാം മാറ്റിവെച്ച് ദൈവത്തിൽ സന്തോഷിക്കുക. സന്തോഷമുള്ള ഒരു ഹൃദയത്തോടെ ഇവിടെ ആയിരിക്കുക. സന്തുഷ്ട ഹൃദയം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണെന്ന് സഭാപ്രസംഗകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സന്തുഷ്ട ഹൃദയം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണ്. അപ്പൊ സന്തുഷ്ടമായ ഒരു ഹൃദയം വേണമെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഉറക്കമൊക്കെ അങ്ങ് പോകട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയയുടെ അർത്ഥം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു പ്രാവശ്യം വന്നപ്പോൾ. ആരെയാണ് നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ സ്തുതിക്കുന്നത്?
അറിയാം, യേശുവിനെയാണ്. ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ. ഹല്ലേ യാവേ, ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ ഹല്ലേലൂയ പറയുമ്പോൾ ആർക്കാ നിങ്ങൾ സ്തുതി പറയുന്നത്? അച്ഛനാണോ? അല്ല, ദൈവത്തിനാണ് സ്തുതി പറയുന്നതെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിന് സ്തുതി പറയുന്നതിൽ മടി വിചാരിക്കാതിരിക്കുവാനും സാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇന്നത്തെ വചനഭാഗത്തിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ആ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ സാധിച്ച് കാണും. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഹാഗാറിന്റെ ജീവിതത്തെ താരതമ്യം ചെയ്യുവാൻ സാധിച്ച് കാണും. ഒരുപക്ഷെ നിങ്ങളുടെ വേദനകൾ തന്നെ ഒരുപക്ഷെ ഹാഗാറിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നുവെന്ന് തോന്നിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട്, ഒത്തിരിയേറെ വേദനകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ യാതനകളിലൂടെ കടന്നു പോകുന്നതാ ഓരോ മനുഷ്യ ജീവിതവും. ഈ ആധുനിക ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർക്ക് ലോകത്തിൽ അവരുടെ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോകുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യകുലത്തിന്റെ രണ്ട് അപകടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ടും. ഒന്ന്, അവരുടെ ജീവിതത്തിൽ അവർക്ക് അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ടാമതായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എപ്പോഴൊക്കെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറയുന്നു അപ്പോൾ എപ്രകാരമാണ് പറയേണ്ടത്? കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കൈകാലുകളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ അച്ഛൻ. ഹല്ലേലൂയ. എപ്പോഴും പറയുവാൻ വെയിറ്റ് ചെയ്യേണ്ട, കാത്തിരിക്കേണ്ട. എപ്പോ ഹല്ലേലൂയ പറഞ്ഞാലും ചാടി കരമുയർത്തി പറഞ്ഞു വേണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈവേദനയുള്ളവർ ഒന്നുകൂടെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കയ്യിലൂടെ പിടിക്കുകയൊന്നും വേണ്ട, കൈവേദനയൊക്കെ കർത്താവ് എടുത്ത് മാറ്റും. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൈയില്ലേ, ഒറ്റ കൈയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തിനാ ഞാൻ ഈ ജീവിക്കുന്നത്? എന്റെ ജീവിതത്തിൽ എനിക്കൊരു അർത്ഥവും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവത്തിന്റെ കൃപയും കാരുണ്യവും എന്നും കൂടെ ഉണ്ടാകുമെന്നും ചെറുപ്പം മുതലും കേട്ടതാ. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഓരോ അനിഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവം കാരുണ്യവാനാണോ? ഇനിയും ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കണമോ എന്നുള്ള ചിന്ത ജീവിതത്തിൽ ഓരോ ദിവസവും ശക്തമായി കൊണ്ടിരിക്കുകയാ, അല്ലേ? ഒത്തിരിയേറെ നിരാശയിലൂടെ കടന്നു പോവുക ഇന്നത്തെ മനുഷ്യകുലം. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്റെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ടാണ് വീണ്ടും അനിഷ്ടങ്ങൾ മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നലൊക്കെ മനുഷ്യരായി നമുക്ക് കടന്നു വരുവാനും നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുവാനും അപ്രകാരം ചിന്തിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോട് എന്ത് സംസാരിച്ചാലും അവരുടെ ജീവിതത്തിലേക്ക് അവസാനം കടന്നു വരുന്നത് ഒത്തിരിയേറെ നെഗറ്റീവായ ചിന്തകളാണ്. ആരോട് എന്ത് സംസാരിച്ചാലും ജീവിതത്തിൽ സംസാരിച്ചു വരുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒത്തിരിയേറെ തെറ്റായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒത്തിരിയേറെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും ചിന്തകളിലൂടെയും കടന്നു പോകുന്നവരാ മനുഷ്യകുലം മുഴുവൻ. അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനോ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ചിന്തിക്കുവാനോ
ദൈവം എനിക്ക് തന്നതാണ്. അത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അവൻ തിരിച്ചെടുത്തു. വീണ്ടും അവന് തരുവാൻ കഴിവുണ്ടെന്ന് പറയുവാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സാധിക്കും? പലപ്പോഴും ജീവിതത്തിൽ അത് സാധ്യമാകുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ദൈവം അനുഗ്രഹിക്കാത്തതോ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കൃപകൾ ചൊരിയാത്തതോ ഒന്നുമല്ല പ്രശ്നം. നേരെ മറിച്ച് എന്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനും എന്റെ ജീവിതത്തിന് ദൈവം മതിയായവനാണെന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുത്തുവാൻ ഇതുവരെയും എന്റെ ഹൃദയം വളർന്നിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒത്തിരിയേറെ തെറ്റായ ചിന്താരീതികൾ. നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചായിരിക്കാം, മക്കളെ കുറിച്ചായിരിക്കാം, മാതാപിതാക്കന്മാരെ കുറിച്ചായിരിക്കാം, അയൽപക്കക്കാരെ കുറിച്ചായിരിക്കാം, സ്വന്തം ജീവിതത്തെ കുറിച്ച് പോലും തെറ്റായ ചിന്തകൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ എപ്രകാരം ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കും? ദൈവത്തെ കുറിച്ച് പോലും ഒട്ടേറെ തെറ്റായ ചിന്തകളാണ് നിന്റെ ജീവിതത്തിലുള്ളത്. പക്ഷേ യെശയ്യാ പ്രവചനം 43 രണ്ടാം തിരുവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാനീയനുമാ. മകനെ, മകളെ, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാനീയനുമാ. അതുകൊണ്ട് തന്നെ നിനക്ക് പകരമായി ദേശങ്ങളെയും നിന്റെ ജീവന് പകരമായി രാജ്യങ്ങളെയും വ്യക്തികളെയും ഞാൻ വിട്ടുകൊടുത്ത് നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാ. നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുകയാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നീ എന്നും പ്രിയപ്പെട്ടവനാണ്. എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, എത്രമാത്രം നിരാശയിലൂടെ കടന്നു പോയാലും നീ ദൈവത്തിന് സ്വന്തമാണ്. നിന്റെ രക്ഷ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ നിന്റെ ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് നിരാശയിലേക്ക് പോകുന്ന വ്യക്തികൾ എല്ലാവരും ഇന്ന് വചനം ശ്രവിക്കുമ്പോൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം മറ്റൊന്നുമല്ല. എന്നെ രക്ഷിക്കുവാനും എനിക്ക് വേണ്ടിയുമാ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവന് മാത്രമേ ജീവിതത്തിൽ എന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 1.5 വർഷം മുമ്പ് ബാംഗ്ലൂരിലുള്ള ലോഗോസ് ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ കാണുവാനായിട്ട് വന്നു. ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഇപ്രകാരമാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സന്തോഷവുമില്ല. ജീവിതത്തിൽ സന്തോഷം എന്നത് എന്റെ ജീവിതത്തിൽ അന്യമായിട്ട് വർഷങ്ങൾ കുറേയായി. ഇന്ന് ഞാൻ നിരാശയ്ക്ക് അടിമപ്പെട്ട് ഞാൻ ആത്മഹത്യയുടെ വക്കിലാ നിൽക്കുക. ഞാൻ ചോദിച്ചു, മകനെ, എന്താ നിന്റെ പ്രശ്നം? ആ മനുഷ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അച്ഛാ, എനിക്ക് ബാംഗ്ലൂരിൽ IT കമ്പനിയിൽ നല്ല ഒരു ജോലിയുണ്ട്. നല്ല ഒന്നാന്തരം ജോലി. എനിക്ക് ഒത്തിരിയേറെ പണം കിട്ടുന്നുണ്ട്. എന്നിട്ടും എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല. രാവിലെ ഞാൻ എഴുന്നേൽക്കും, എഴുന്നേറ്റ ഉടനെ ജോലിക്ക് പോകും, ജോലിക്കായിട്ട് പോകും, വൈകിട്ട് താമസിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വരികയുള്ളൂ. ഭവനത്തിൽ കടന്നു വരും, അവിടുന്ന് ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. പിറ്റേ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്കായിട്ട് പോകും, വീണ്ടും വൈകിട്ട് തിരിച്ചു വരും. ജീവിതത്തിൽ എല്ലാം ഒരു ആവർത്തന വിരസത. ജീവിതത്തിൽ എല്ലാം ഒരു ആവർത്തന വിരസത. എന്നും ഞാൻ എഴുന്നേൽക്കും, ജോലിക്ക് പോകും. ജോലി സ്ഥലത്താണെങ്കിൽ എന്നും കാണുന്ന വ്യക്തികൾ തന്നെ, അവിടെ കാണുന്ന അധികാരികളും ഒന്ന് തന്നെ. എന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ അതും എല്ലാം ഒരുപോലെ തന്നെ. അതിനുശേഷം വീക്കെൻഡുകളിൽ ശനിയും ഞായറും കൂട്ടുകാരോടൊപ്പം പാർട്ടികൾക്കായിട്ട് പല ഹോട്ടലുകളിലേക്കും പോകും. അവിടെ പോകുമ്പോഴും എന്റെ കൂട്ടുകാരെല്ലാം പഴയവർ തന്നെ. ഭക്ഷണം ഓരോ ദിവസവും മാറി മാറി കഴിക്കും. ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല. എല്ലാം എനിക്ക് ആവർത്തന വിരസതയാ.
എനിക്ക് ഒന്നിലും ഒരു താല്പര്യവും തോന്നുന്നില്ല. ഇന്നെനിക്ക് ജീവിതത്തിൽ ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനാണെന്ന് തോന്നിപ്പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്കും ആഴമായിട്ട് കടന്നു വരുന്ന ഒരു ചിന്ത ഇത് തന്നെയാണ്. വൈദിക ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ എന്നും രാവിലെ കുർബാന, അത് കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യും. ഞാൻ ദൈവത്തിൽ ആഴപ്പെട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കുപ്പായം ഊരി വെച്ച് ഞാൻ വേറെ പണിക്ക് പോകും. അത് നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്റെ ദൈവത്തിൽ ആഴപ്പെടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുത്തുവാൻ സാധിച്ചില്ലെങ്കിൽ, ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നെത്തും. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അത് അധികം നാളത്തേക്ക് നീണ്ടുപോവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ തന്നെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ എന്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വചനഭാഗത്ത് നാം കണ്ടു ഹാഗാർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അബ്രാഹത്തിന്റെ ഭാര്യയായ സാറായിയുടെ ദാസിയായിരുന്നു ഹാഗാർ. ഹാഗാർ അവിടെ ഭവനത്തിൽ സന്തോഷവതിയായിരുന്നു. എന്നാൽ സാറായിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവുമില്ല. കാരണം എന്താ? അവൾക്ക് മക്കളില്ലായിരുന്നു. സാറായിക്ക് മക്കളില്ലാത്തത് അവൾക്ക് വലിയൊരു ദുഃഖമായിരുന്നു. അതിനാൽ തന്നെ സാറായി അബ്രാമിനെ സമീപിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, നീ എന്റെ ദാസിയായ ഹാഗാറിനെ പ്രാപിക്കുക, അവളിലൂടെ എനിക്ക് മക്കളെ നൽകുക. അബ്രാം അത് സ്വീകരിക്കുകയും അങ്ങനെ ഹാഗാർ അബ്രാമിനെ പ്രാപിക്കുകയും അവൾ ഗർഭവതിയാവുകയും ചെയ്തു. അതിനുശേഷം അവൾ ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ ഹാഗാർ തന്റെ യജമാനത്തിയോട് ദേഷ്യത്തോടെയും ക്രൂരതയോടെയും ലജ്ജയോടും കൂടി നോക്കുവാൻ തുടങ്ങി. ഇത് സാറായിയെ ഒത്തിരിയേറെ വേദനിപ്പിക്കുകയാണ്, ഒത്തിരിയേറെ നൊമ്പരപ്പെടുത്തുകയാണ് അവളുടെ ജീവിതത്തെ. അത് അവൾക്ക് വലിയൊരു വേദനയായി. കാരണം ഒന്നാമതായിട്ട് മക്കളില്ല എന്നുള്ള ദുഃഖം അവളുടെ ജീവിതത്തിലുണ്ട്. അത് പോരാതെ താൻ തന്റെ ദാസിയിലൂടെ ഒരു മകനെ കിട്ടും അല്ലെങ്കിൽ ഒരു മകളെ കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്നവൾക്ക് ഇപ്പോൾ തന്റെ ദാസിയുടെ ആ ദേഷ്യത്തോടെയുള്ള ലജ്ജയോടെയുള്ള നോട്ടമൊക്കെ അവളെ ഒത്തിരിയേറെ വേദനിപ്പിക്കുകയാണ്. അതവൾക്ക് വലിയൊരു വേദനയായിട്ട് മാറുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് പ്രകാരമാ, ഇനി ഞാൻ എന്തു ചെയ്യും? അബ്രാമിനോട് പോയി പരാതി പറയുന്ന സാറായി. അപ്പോൾ അബ്രാം പറയുന്നുണ്ട്, നിന്റെ ദാസി ഇപ്പോഴും നിനക്ക് ദാസി തന്നെയാ, നിനക്ക് ഇഷ്ടമുള്ളത് അവളോട് ചെയ്തു കൊള്ളുക. ഇത് കേട്ട സാറായി അവളോട് ക്രൂരമായിട്ട് പെരുമാറുവാൻ ആരംഭിക്കുകയാണ്. ക്രൂരമായിട്ട് അവളെ പീഡിപ്പിക്കുകയും അവളെ വേദനിപ്പിക്കുകയും അവളെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹാഗാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ അബ്രാമിന്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയതെല്ലാം കൈക്കലാക്കിക്കൊണ്ട് അവൾ ഓടി രക്ഷപ്പെടുകയാണ്. കിട്ടിയ ഭക്ഷണവും വെള്ളവുമായിട്ട് തന്റെ ജീവന് വേണ്ടി അവൾ ഓടുകയാണ്. അവൾ ഓടി ഒരു മരുഭൂമിയിലെത്തി. അവൾ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് കർത്താവിന്റെ ദൂതൻ അവൾക്ക് വെളിപ്പെട്ടു എന്നാണ് പറയുക വചനത്തിൽ. എന്നിട്ട് കർത്താവിന്റെ ദൂതൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട് അവളുടെ ജീവിതത്തിൽ. ഏതൊക്കെയാ 2 ചോദ്യങ്ങൾ? ഏതാ 2 ചോദ്യങ്ങൾ കർത്താവിന്റെ ദൂതൻ ഹാഗാറിനോട് ചോദിക്കുന്നത്? നീ എവിടെ നിന്ന് വരുന്നു? രണ്ടാമത്തെ ചോദ്യം, നീ എങ്ങോട്ട് പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ദൈവം ഹാഗാറിന്റെ ജീവിതത്തിലേക്ക് ഒരു ദൂതൻ വഴി ഇടപെടുകയാണ്. അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ലായിരുന്നു. ഇനി ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്റെ യജമാനത്തെ അവരുടെ ജീവൻ പോലും നശിപ്പിച്ചു കളയുമെന്ന് മനസ്സിലാക്കിയ ഹാഗാർ ആ ഭവനത്തിൽ നിന്ന് സ്വന്തം ജീവന് വേണ്ടി ഓടുകയാണ്. എന്നാൽ ആ ഭവനത്തിൽ നിന്ന് ഓടുമ്പോഴും അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ ജീവിതത്തെ കുറിച്ചും തന്റെ ഉദരത്തിലായിരിക്കുന്ന ശിശുവിനെ കുറിച്ചും ഒത്തിരിയേറെ നൊമ്പരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ
ദൈവത്തിന്റെ ദൂതൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവളോട് പറയുന്ന ഒരു കാര്യമാണ്, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, നീ മടങ്ങി അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് പോയി അവൾക്ക് വിധേയയായിട്ട് ജീവിക്കുക, ഞാൻ നിന്റെ ജീവിതത്തെ ഉയർത്തുമെന്ന് വാഗ്ദാനം നൽകുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ഈ ഹാഗാരിനെ പോലെ ഒത്തിരിയേറെ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ ഒത്തിരിയേറെ തിരസ്കരണത്തിന്റെ നോവ് അനുഭവിച്ച വ്യക്തിയായിരിക്കാം. ജീവിത പങ്കാളി നിങ്ങൾ ഉപേക്ഷിച്ചു പോയതിന്റെ നോവുകൾ ഉണ്ടാകാം. ജീവിത പങ്കാളിയുടെ ദുശീലങ്ങളുടെ നൊമ്പരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. മക്കളെ കുറിച്ചുള്ള ഒത്തിരിയേറെ നൊമ്പരങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ദൈവം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, മകനെ മകളെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നീ നിന്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എവിടെയാ? ഇതാ ദൈവം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാ വരുന്നത്? നീ എവിടെ നിന്നാ മകനെ വരുന്നത്? മനുഷ്യർക്ക് പലപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ എവിടെ നിന്നാ വരുന്നത് എന്നുള്ളത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ട ഇടങ്ങളിൽ ഒരിക്കലും നമ്മൾ എത്തിച്ചേരുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ലക്ഷ്യം മറന്നുപോയാൽ നമ്മൾ എത്തിച്ചേരേണ്ട ഇടത്ത് നമ്മൾ ഒരിക്കലും എത്തിച്ചേരുകയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മല്ലപ്പള്ളിയിൽ ചെന്നിട്ട് ചങ്ങനാശ്ശേരിക്ക് പോകണം അല്ലെങ്കിൽ കോട്ടയത്തേക്ക് പോകണം, രണ്ട് ബോർഡുകളുണ്ട്, അവിടെ സൈൻ ബോർഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്ക് പോകേണ്ട നിങ്ങൾ കോട്ടയത്തേക്കുള്ള വഴിയെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചങ്ങനാശ്ശേരിക്ക് എത്തത്തില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മറന്നുപോയിരിക്കുകയാണ്. ഇതുപോലെയാ ദൈവം നിനക്ക് നിന്റെ ജീവിതത്തെ നൽകിയ ലക്ഷ്യം എന്ന് പറയുന്നത്, നിന്റെ കുടുംബത്തിലായിരുന്നുകൊണ്ട് നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ നേർവഴിക്ക് നയിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരെ നയിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തുകയില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ മനുഷ്യ ലക്ഷ്യങ്ങൾ മറന്നു പോവുകയാണ്. സ്വന്തമായിട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും സ്വന്തമായിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യവും ആ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയും പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ആ വചനത്തിൽ യേശുക്രിസ്തു പറയുന്നത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വഴിയില്ല, മറ്റൊരു മാർഗമില്ല. യേശുക്രിസ്തു മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. യേശുക്രിസ്തു മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം. അതിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കന്മാരോ ഒന്നും ഒരു തടസ്സമാകരുത്. ദൈവമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ആ ദൈവം കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ആ ലക്ഷ്യം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്ത ജനമായിരുന്നു. ഈജിപ്തിൽ അവർ വേദന അനുഭവിക്കുമ്പോൾ മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇപ്രകാരമാ, ഈജിപ്തിൽ അതുപോലെ തന്നെ ഭൂമിശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇപ്രകാരമാ, ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശം വരെ എത്തുവാൻ ഒരു മനുഷ്യൻ സഞ്ചരിക്കേണ്ട സമയം, അവിടെ എത്തിച്ചേരുവാൻ ഒരു മനുഷ്യൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 6 മാസം മാത്രമായി. കാൽനടയായിട്ട് വരികയാണെങ്കിൽ 6 മാസം കൊണ്ട് ഒരു വ്യക്തിക്ക് കാനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ സാധിക്കും. എന്നിട്ട് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, 40 സംവത്സരം എടുത്തു ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് നല്ലതാ ജീവിതത്തിൽ പലപ്പോഴും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, കാനാൻ ദേശത്തെത്തുവാൻ 40 വർഷം എടുത്തത്? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് സ്വന്തം വഴികൾ സ്വീകരിച്ചത് കൊണ്ടാണ്
അവർക്ക് കാനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ ഇത്രമാത്രം സമയമെടുക്കേണ്ടി വന്നത്? ദൈവം അവർക്ക് മോശയെ നൽകിയിരുന്നു, അഹ്റോനെ നൽകിയിരുന്നു. അവരെ അനുസരിച്ചുകൊണ്ട് കാനാൻ ദേശത്ത് എത്തിച്ചേരേണ്ട ജനം നേരെ മറിച്ച് അവർ ദൈവത്തെ മറന്നുകൊണ്ട് പലപ്പോഴും അവർ ഉപേക്ഷിച്ചു വന്ന ഈജിപ്ത് ദേശത്തിലെ ഇറച്ചി പാത്രങ്ങളിലേക്കും അവർ ഉപേക്ഷിച്ചു വന്ന മറ്റു പലതിലേക്കും അവരുടെ കണ്ണുകൾ തിരിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കോപം അവരിലേക്ക് കടന്നു വരികയാണ്. അനുസരണക്കേടിന്റെ മക്കൾ ആരും കാനാൻ ദേശത്ത് പ്രവേശിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുകയാണ്. ദൈവത്തിനെതിരെ പിറുപിറുത്തവരാരും ദൈവത്തിന്റെ സ്വന്തം ദേശത്ത് എത്തിച്ചേരുന്നില്ല. അതുകൊണ്ടാണ് വചനത്തിൽ ദൈവം പറയുന്നുണ്ട്, എനിക്കെതിരെ പിറുപിറുത്ത ഒരുവൻ പോലും ഞാൻ കാണിച്ചു തരുന്ന ദേശത്തെ സമ്പൽ സമൃദ്ധി അനുഭവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കാണിച്ചു തരുന്ന ദേശത്തെത്തണമെങ്കിൽ ദൈവത്തിന്റെ വഴിയിലൂടെ നീ സഞ്ചരിക്കണം. നിനക്ക് ദൈവം നൽകിയ കൽപ്പനകളിലൂടെ നീ പോകണം. ആ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തിനെതിരെ പെറുപിറുത്തപ്പോൾ ദൈവത്തിന്റെ ദേശത്തെത്തുവാൻ അവർക്ക് ഒത്തിരിയേറെ കാലതാമസം വന്നു. അവരെല്ലാവരും മരിച്ചു വീഴുകിയ പുതിയൊരു ജനത മാത്രമാണ് കാനാൻ ദേശത്തെത്തിയത്. അന്ന് അവിടെ നിന്ന് യാത്ര തുടങ്ങിയ ആരും ആ ദേശത്ത് എത്തിയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവർ ഒരിക്കലും ദൈവത്തിന്റെ കൃപ ജീവിതത്തിൽ അനുഭവിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ദൈവത്തെ പഴിപറഞ്ഞിട്ടുണ്ടാകാം, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകാം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കെതിരെ പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകുന്നതിനതൊരു തടസ്സമാണ്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിനെതിരെ പിറുപിറുത്തതെല്ലാം ഓർമ്മിക്കുവാനും അത് ദൈവത്തിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന്, ദൈവമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് നാശത്തിലേക്കാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നീ നിന്റെ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയാൽ ഒരിക്കലും നീ ചെയ്യുന്നതൊന്നും ഒരു കൃപയായിട്ട് മാറത്തില്ല. നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ അഭിവൃദ്ധിപ്പെടത്തില്ല. അത് വചനത്തിലൂടെ ദൈവം നൽകുന്ന ഒരു സാക്ഷ്യമാണ്. തിബേരിയൂസ് കടൽ തീരത്ത് പത്രോസ് യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഇനി മടുത്തു, ഞാൻ തിരികെ എന്റെ പഴയ തൊഴിലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പത്രോസ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ആ രാത്രി മുഴുവൻ മുക്കുവനായ പത്രോസ്, രാപകലില്ലാതെ എല്ലാ ദിവസവും മീൻ പിടിച്ചിരുന്ന പത്രോസ് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഓരോ തിരയിളക്കവും അവൻ അറിയാമായിരുന്നു. എവിടെ വലയെറിഞ്ഞാൽ മത്സ്യം ലഭിക്കുമെന്ന് അറിയുന്ന ഒരു മുക്കുവൻ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവരൊരു ചെറുമീൻ പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തെ വിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ അവന്റെ അധ്വാനമെല്ലാം വ്യർത്ഥമാണെന്നുള്ളത് സത്യമാണ്. വചനം നമുക്ക് പറഞ്ഞു തരുന്നതാ, ദൈവത്തെ കൂടാതെ ദൈവം എന്ന ലക്ഷ്യം മറന്നുകൊണ്ട് നീ അധ്വാനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ അധ്വാനിക്കുന്നതെല്ലാം വ്യർത്ഥമാ. ഹല്ലേലൂയ. നീയും നിന്റെ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചിട്ടില്ലേ? നിന്റെ ദൈവത്തെ മറന്നുകൊണ്ട് രാമകൾ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും നിന്റെ ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അധ്വാനിച്ചിട്ടും എന്തുകൊണ്ടാ അവരിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവളിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്? കാരണം നീ അധ്വാനിച്ചത് ദൈവത്തെ കൂടാതെയായിരുന്നു. ദൈവത്തെ കൂടാതെ നീ അധ്വാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. എനിക്കറിയാം, എറണാകുളത്തുള്ള വലിയൊരു ഷോറൂം ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഷോറൂമിന്റെ പരസ്യം ഇപ്രകാരമാണ് എഴുതി വെച്ചിരുന്നത്: ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കും, ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കും, ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുമെന്ന് എഴുതി വെച്ചിരുന്ന ആ ബോർഡിൽ എഴുതിയിരുന്ന ആ കട ഏതാനും മാസങ്ങൾക്കകം പൂട്ടിപ്പോകുന്ന ഒരവസ്ഥ. കടബാധ്യതയിലേക്ക് ആ വ്യക്തി നീങ്ങിയതായിട്ടും ഞാൻ ആ വ്യക്തിയെ കാണുവാനും സംസാരിക്കുവാനും ഇടവന്നത് കൊണ്ടാണ് പറയുന്നത്. ആ വ്യക്തി വന്ന് പറഞ്ഞതാ, ഒത്തിരി കടങ്ങളാണ്, ബാധ്യതയാണ്. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞതാ,
ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കും. ഇന്ന് അവൻ കടബാധ്യതകൾ കൊണ്ട് ഒത്തിരിയേറെ വലയുന്ന വ്യക്തിയാ. ഇന്ന് അവൻ അറിയാം ധ്യാന കേന്ദ്രങ്ങളിലൂടെ കയറിയിറങ്ങി നടക്കുകയാ. ഇന്ന് അവന് മനസ്സിലായി ദൈവത്തെ കൂട്ടുപിടിക്കേണ്ടതിന്റെ എന്റെ കൂട്ടുകൃഷിക്കാരൻ ദൈവമാകണമെന്നുള്ള അർത്ഥം അവന് മനസ്സിലാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീയും നിന്റെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ ആരെ കൂട്ടുപിടിച്ചാലും അതൊന്നും നിന്റെ ജീവിതത്തിൽ കൃപയായിട്ട് മാറുകയില്ല. അതെല്ലാം നിന്റെ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. പത്രോസിന് ആ രാത്രിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ മുക്കുവൻ പരാജയപ്പെട്ടിടത്ത് ഒരു ആശാരി പ്രാതലൊരുക്കി അവനെ കാത്തിരിക്കുകയാ. മീൻ പിടിച്ച് ആ മീൻ വറുത്ത് വെച്ച് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിന്റെ തമ്പുരാൻ. ഒരു ആശാരി മുക്കുവൻ പരാജയപ്പെട്ടിടത്ത് വിജയിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിന് അർത്ഥം യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അവനെല്ലാം കൃപയാക്കി മാറ്റും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ ഉത്സാഹമൊന്നുമില്ലല്ലോ, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരമുയർത്തി ഹല്ലേലൂയ പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്ന്, തിന്മയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ഹല്ലേലൂയ. ആരും പറയുന്നില്ല തിന്മ അവിടെ ഇരുന്നോട്ടെ, അച്ഛനിപ്പോ എന്നാ പ്രശ്നം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനോടും സഹകരിക്കാത്ത വ്യക്തികൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കാരണം ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ. എങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നമ്മൾ ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കത്തില്ല. അച്ഛൻ പറയും, ഞാൻ ഏറ്റു പറയും. ഹല്ലേലൂയ. കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്. അവരുടെ ജീവിതത്തിലെ ഒരു ബന്ധനമായിരുന്നു ആ ചങ്ങല. ആ ചങ്ങലകൾ കൊണ്ട് അവർ അസ്വസ്ഥരായിരുന്നു. ഒരു വലിയ ബന്ധനമായിരുന്നത്. പക്ഷെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ബന്ധനം വിട്ടുപോവുകയാണ്. നിന്റെ ജീവിതത്തിലും ചില ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഹല്ലേലൂയ പറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ ഒരു മടിയും വിചാരിക്കേണ്ട. സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. കൂടിയിരിക്കുന്നവർ കൈ ഇത്രയല്ലേ പൊക്കുന്നുള്ളൂ, ഞാനും അത്രയും പൊക്കിയാൽ മതി. അല്ലെങ്കിൽ അവളെക്കാട്ടും കുറച്ചും കൂടെ മിടുക്കിയാകാൻ വേണ്ടി ഇത്രയും പൊക്കിയേക്കാമെന്ന് വിചാരിക്കരുത്. മിടുക്കിയുമാരുമായിട്ട് കരങ്ങൾ പൂർണ്ണമായിട്ടും ഉയർത്തി പറഞ്ഞോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സ്തുതിക്കുന്നതിൽ മടി വിചാരിക്കരുത്. ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ തിരുമുൻപിലായിരിക്കുമ്പോൾ കൃപകൾ ചോദിച്ചു വാങ്ങുവാൻ സാധിക്കട്ടെ. യാക്കോബ് ചോദിച്ചു വാങ്ങിയതുപോലെ യാക്കോബ് എന്താ ചെയ്തത്? നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതുപോലെ ഒരു സാക്ഷ്യം പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് തിരിച്ചു വരാം ഹാഗാറിന്റെ ജീവിതത്തിലേക്ക്. ഹാഗാറിനോട് ദൈവദൂതൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? നീ എവിടെ നിന്നാ വരുന്നത്? നീ എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ? വലിയ ബോധ്യമുണ്ടോ? ഞാൻ അപ്പുറത്ത് മല്ലപ്പള്ളിക്ക് അപ്പുറത്തുള്ള ആ സ്ഥലത്ത് അവിടെ നിന്ന് വരുന്ന അതാണോ? നീ എവിടെ നിന്നാ വരുന്നത്? ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണോ? എവിടുന്നാ? നീ എവിടെ നിന്നാ വരുന്നത്? എവിടെയാ? അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന്. നല്ല ആൾക്കാർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നാം എവിടെ നിന്നാ വരുന്നത് എന്നുള്ള ഒരു ബോധ്യം പോലും നമുക്കില്ലേ? ദൈവത്തിൽ നിന്നാ നമുക്ക് വരുന്നത് അല്ലേ?
ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെ കടന്നു വരുന്നത് ദൈവം നമ്മോടും ചോദിക്കുക. ആ ദൂതനിലൂടെ ഹാഗാറിനോട് ചോദിച്ച അതേ ചോദ്യം നിന്നോടും ദൈവം എന്ന് ചോദിക്കുന്നുണ്ട്. മകനെ, മകളെ, നീ എവിടെ നിന്നാ വരുന്നത്? ഈ ബോധ്യം പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുക. അച്ഛൻ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയും, അച്ഛാ, ഞാൻ ആ കറുകച്ചാല് ആ ഷോപ്പിൽ ആ പന്നിക്കടയുടെ അപ്പുറത്തുള്ള ഒരു വീട് കണ്ടിട്ടില്ല, ഒരു പച്ച പെയിന്റ് അടിച്ച്, ആ വീട്ടിൽ നിന്നാ വരുന്നത് എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥ. പലപ്പോഴും ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാ. ഞാൻ കടന്നു വരുന്നത് എന്റെ ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 2-ാം തിരുവചനത്തിലൂടെ ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മകനെ, നിന്നെ രൂപപ്പെടുത്തുകയും ഗർഭപാത്രത്തിൽ നിന്നെ സൃഷ്ടിക്കുകയും ചെയ്തത് ആരാ? ദൈവമാ. ഞാനാ നിന്നെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തുകയും നിന്നെ സൃഷ്ടിക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം 5-ാം തിരുവചനത്തിലൂടെ നാം വായിക്കുന്നു, നീ ജനിക്കുന്നതിന് മുമ്പ്, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞ് വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായിട്ട് നിന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ. മാതാവിന്റെ ഉദരത്തിൽ നീ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ ഒരു ബോധ്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് രൂപപ്പെടുത്താനായാൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകലെയല്ല. ഈ ബോധ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാ. ഞാൻ എവിടെ നിന്നാ വരുന്നത്, എവിടേക്കാ പോകേണ്ടത് എന്നുള്ള ഒരു ചിന്ത, ഞാൻ കടന്നു വരുന്ന വഴികളും എത്തേണ്ട ഇടങ്ങളെ കുറിച്ചുമുള്ള ചിന്തകളും ബോധ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നമ്മളെ വ്യത്യസ്തരായിട്ട് നന്നായിട്ട് ജീവിക്കുവാനായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആഴമായിട്ട് ദൈവമായ കർത്താവിൽ നിന്നാണ് ഞാൻ വരുന്നത്, ആ ദൈവത്തിൽ നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ ആ ദൈവം എനിക്കെല്ലാം കൃപയ്ക്കായിട്ട് മാറ്റും. അതുകൊണ്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിച്ചവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, ദൈവം വിളിച്ചവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നിന്റെ ജീവിതകാലിക്കുള്ള പദ്ധതിയല്ല, ഒരു ദിവസത്തേക്കോ നാളത്തേക്കോ ഉള്ള പദ്ധതിയല്ല. പക്ഷെ നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന നിന്റെ ജീവിതത്തെ മുഴുവൻ ഏറ്റെടുക്കുന്ന വലിയൊരു പദ്ധതിയാ. ഹല്ലേലൂയ. ആ പദ്ധതിയിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയർന്ന സ്വരത്തിൽ ഹല്ലേലൂയ. 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 വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് ഈ ഒരു ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവന്റെ ജീവിതം പോലും ദൈവം അവന് നൽകിയതാണ്. സൗൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ക്രൈസ്തവരെ മൊത്തം പീഡിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തി, എന്നാൽ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ വചനപ്രഘോഷകനായിട്ട്, ദൈവത്തിന്റെ ഏറ്റവും വലിയ സാക്ഷിയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം ദൈവമാണ് എന്റെ ലക്ഷ്യമെന്നും ദൈവത്തിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്നതെന്നും മനസ്സിലായ വ്യക്തി തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 തിരുവചനത്തിലൂടെ പറയുന്നത് ഇപ്രകാരമാ, ഞാൻ നന്നായിട്ട് യുദ്ധം ചെയ്തു, ഞാൻ നന്നായിട്ട് പൊരുതി, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, അതിനാൽ തന്നെ ദൈവം എനിക്ക് മഹത്വത്തിന്റെ കിരീടം തരും. ഹല്ലേലൂയ. ഞാൻ നന്നായി പൊരുതി, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, അതിനാൽ തന്നെ ദൈവമായ കർത്താവ് എനിക്ക് മഹത്വത്തിന്റെ കിരീടം തരും. ഹല്ലേലൂയ. കാരണം അവന് ബോധ്യമുണ്ടായിരുന്നു ദൈവം നൽകിയത് അവന്റെ ജീവിതമെന്ന്. കുതിരപ്പുറത്ത് കയറി അഹങ്കാരത്തോടുകൂടി സഞ്ചരിച്ചിരുന്ന സൗൾ അവനെ കുതിരപ്പുറത്ത് നിന്നും താഴെയിട്ടുകൊണ്ട് സ്വന്തമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി.
യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല, അവൻ അറിയാമായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണെന്ന്. ഹല്ലേലൂയ. യേശുവിന് ബോധ്യമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. ദൈവത്തിന്, യേശുക്രിസ്തുവിന് ശക്തമായ ബോധ്യമുണ്ടായിരുന്നു, ദൈവത്തിൽ നിന്നാണ് ഞാൻ വന്നത്, അവന്റെ ഹിതം പൂർത്തിയാക്കുകയാണ് എന്റെ ലക്ഷ്യമെന്ന്. അതുകൊണ്ടാണ് ഒരിക്കൽ സമരിയാക്കാരി സ്ത്രീയുടെ സന്നിധിയിലേക്ക് യേശുക്രിസ്തു കടന്നു ചെന്നു. അപ്പോൾ ശിഷ്യന്മാർ അവരോട് കൂടിയില്ലായിരുന്നു, അവർ ഭക്ഷണം വാങ്ങുവാനായിട്ട് പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഒരു കാര്യമുണ്ട്, എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോൾ അവർ വിചാരിച്ചു, ആരെങ്കിലും ഇവന് നല്ല മട്ടൻ ബിരിയാണി വാങ്ങി കൊടുത്തു കാണും. യേശുക്രിസ്തുവിന് നല്ല മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണി മൂക്കുമുട്ട അടിച്ചു കയറ്റിയിട്ട് ഞങ്ങളെ ഭക്ഷണം വാങ്ങാൻ വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിച്ച് എമ്പക്കവും വിട്ട് യേശു ഇരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു പറയുന്ന ഒരു വചനമുണ്ട്, എന്നെ അയച്ചവന്റെ ഇഷ്ടം പൂർത്തീകരിക്കുകയും അവന്റെ ജോലി ചെയ്യുകയുമാണ് എന്റെ ഭക്ഷണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന്. യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്നും എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നും ഉറച്ച ബോധ്യമുള്ള യേശുക്രിസ്തു പറയുക, എന്റെ പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിക്കുകയും അവന്റെ ജോലി ചെയ്യുകയുമാണ് എന്റെ ഭക്ഷണമെന്ന്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. അതെന്താണ്? 9-ാം അധ്യായം 21, മനുഷ്യപുത്രൻ സകലരാലും വെറുക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും നിയമജ്ഞരാലും പുരോഹിത ശ്രേഷ്ഠന്മാരാലും യഹൂദന്മാരാലും അപമാനിക്കപ്പെടുകയും വധിക്കപ്പെടുകയും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. മനുഷ്യപുത്രൻ സകലരാലും വെറുക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും യഹൂദ പ്രമാണികളാലും നിയമജ്ഞരാലും പുരോഹിത ശ്രേഷ്ഠന്മാരാലും നിന്ദിക്കപ്പെടുകയും വധിക്കപ്പെടുകയും അവസാനം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, ഞാൻ എന്തായിരുന്നു, എങ്ങോട്ട് പോകണം, എവിടെ നിന്നാ വരുന്നതെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നും ആ ദൈവത്തിലേക്കാണ് ഞാൻ എത്തിച്ചേരേണ്ടതുമെന്നും എന്നുള്ള ഒരു ഉറച്ച ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരിക്കൽ ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയുടെ ഒറേറ്ററിയിൽ ഓർഫനേജിൽ കഴിയുന്ന കാലം, ആ സമയത്ത് ഡോൺ ബോസ്കോ അവരുടെ കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ഡോൺ ബോസ്കോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളിപ്പോൾ മരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? എന്ത് ചെയ്യും? നമ്മളിപ്പോൾ മരിക്കുകയാണെന്ന് പറയുകയാണ്, എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യും? വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങും, എന്റെ അമ്മച്ചിയെ രക്ഷിക്കണേ, അല്ലെങ്കിൽ പറയാ എന്റെ കെട്ടിയോളെ ഒന്നുകൂടെ കാണണം, എനിക്ക് എന്റെ കെട്ടിയോളെ ഒന്നുകൂടെ കാണണം, എനിക്ക് മക്കളെ ഒന്ന് കാണണം. ഇതല്ലേ നമ്മൾ പറയുക? ആണോ? ആണോ? അച്ഛൻ ചോദിക്കുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കും, പക്ഷെ ജീവിതത്തിൽ ഇപ്പൊ മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം പൂരം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഡൊമിനിക് സാവിയോടും മറ്റു കുട്ടികളോടും ഡോൺ ബോസ്കോ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ നിമിഷം മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറെ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഉടനെ തന്നെ എന്റെ അപ്പനെയും അമ്മയെയും കാണുവാനായിട്ട് പോകും. കുറച്ചു കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ദേവാലയത്തിലേക്ക് ഓടും, എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ചില കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ കുമ്പസാരിക്കുവാനായിട്ട് പോകും. ചില കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കും. എന്നാൽ ഡൊമിനിക് സാവിയോ പറഞ്ഞു, ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാ, ഇപ്പോൾ മരിക്കുമെന്നറിഞ്ഞാലും ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അവന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ഇപ്പോഴും ദൈവത്തിലാണ് ജീവിക്കുന്നത്, ഇനി ഞാൻ പോകുന്നതും ദൈവത്തിലേക്കാണെന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിരുന്ന ഡൊമിനിക് സാവിയോ പറയുന്നത് പ്രകാരമാ, ഞാൻ ഇപ്പോഴും
കളിച്ചുകൊണ്ടിരിക്കും, ഞാൻ തുടർന്നും കളിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ലക്ഷ്യം ദൈവമാണെങ്കിൽ, ആ ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ആ ലക്ഷ്യം മറന്നാൽ നിങ്ങളുടെ ജീവിതം അസ്വസ്ഥമാകും. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതവും അസ്വസ്ഥമാകും. ഹല്ലേലൂയ. യോനാ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകുന്നത് നല്ലതാണ്. യോനാ പ്രവാചകനെ കുറിച്ചൊക്കെ ഇടയ്ക്കെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ്. യോനായെ യേശുക്രിസ്തു ദൈവം വിളിച്ച് നിനിവേ നഗരത്തിലേക്ക് അയക്കുകയാണ്. എന്നാൽ യോനാ പ്രവാചകൻ താർശീഷിലേക്കുള്ള ഒരു കപ്പൽ കയറി നിനിവേയിലേക്ക് പോകാതെ താർശീഷിലേക്ക് പോവുകയാണ്. എന്നാൽ കപ്പലിലായിരിക്കുന്ന യോനായുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ ഒന്നൊന്നായിട്ട് കടന്നു വരികയാണ്. ആ കപ്പലിലായിരിക്കുമ്പോൾ ദൈവം വലിയൊരു കൊടുങ്കാറ്റ് അയക്കുകയാണ്. ആ കൊടുങ്കാറ്റ് മൂലം ആ കപ്പലും കപ്പലിലുള്ള എല്ലാവരും നശിക്കുമെന്ന ഒരവസ്ഥ. അത് കണ്ടപ്പോൾ കപ്പിത്താനും മറ്റുള്ളവരും കപ്പലിലെ ജോലിക്കാരുമെല്ലാം കപ്പലിലെ സാധനങ്ങളെല്ലാം എടുത്ത് ഭാരം കുറയ്ക്കുന്നതിനായിട്ട്, കപ്പൽ അപകടത്തിൽപ്പെടാതിരിക്കുവാനായിട്ട് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അത് വലിച്ചെറിഞ്ഞിട്ടും കാറ്റിനും കടലിന്റെ ശോഭത്തിനും ഒരു കുറവുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചു, ഓരോരുത്തരും തങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ നിമിഷമെല്ലാം, ഈ സമയമെല്ലാം കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ശാന്തമായിട്ട് ഉറങ്ങുന്ന യോനാ പ്രവാചകൻ. അതിനുശേഷം യോനാ പ്രവാചകനോട് കപ്പിത്താൻ പറയുന്ന ഒരു വചനമുണ്ട്: നീ ഞങ്ങൾ നശിക്കുമ്പോഴും, നീ നശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോഴും നീ ദൈവത്തെ വിളിക്കാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണോ? നീ നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഉടനെ യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കപ്പിത്താൻ പറയുന്നുണ്ട്, ആര് മൂലമാണ് ഇത് നമുക്ക് സംഭവിച്ചതെന്നറിയുവാനായിട്ട് നമുക്ക് ഒരു ലോട്ടിടാം, ഒരു കുറിയിടാം. ആ കുറിയിട്ടിട്ട് കുറി കിട്ടുന്നവൻ മൂലമാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവനെ നേരെ പിടിച്ച് കടലിലേക്ക് എടുത്ത് കളഞ്ഞേക്കാം. അങ്ങനെ കുറിയിട്ടപ്പോൾ കുറി വീണത് ആർക്കാ? യോനായ്ക്ക് കുറി വീഴുകയാ. യോനായ്ക്ക് കുറി വീണു. ആ കുറി കിട്ടിയപ്പോൾ അവനോട് ചോദിക്കുകയാ, നീ എവിടെ നിന്നാ വരുന്നത്? നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവൻ പറയുന്ന ഒരു വചനമുണ്ട്, എന്റെ ദൈവം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും മനുഷ്യരെ സൃഷ്ടിക്കുകയും ഈ ലോകത്തിന് മുഴുവൻ നാഥനുമായ ദൈവമാണ്, യഹോവയാണ് എന്റെ ദൈവം എന്ന് പറയുമ്പോൾ കപ്പലിലുള്ള മറ്റു വ്യക്തികളെല്ലാം പേടിക്കുകയാണ്. അവർ പറഞ്ഞു, നീ മൂലമാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് യോനാ പറയുക, ഞാൻ മൂലം തന്നെയാ ഈ ഗതി ഞങ്ങൾക്ക് വന്നത്. എന്നെ പിടിച്ച് കടലിലേക്ക് എറിഞ്ഞുകൊള്ളുക. കടലിലേക്ക് എറിയുമ്പോൾ ദൈവം അവനെ വിഴുങ്ങുന്നതിനായിട്ട് ആരെയാ ഒരുക്കി വെച്ചിരുന്നത്? ഒരു വലിയ മത്സ്യത്തെ ദൈവം ഒരുക്കിയിരുന്നു. ആ മത്സ്യം യോനായെ വിഴുങ്ങുകയാണ്. 3 ദിവസം യോന എവിടെയായിരുന്നു? മത്സ്യത്തിന്റെ ഉള്ളിലായിരുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുക? 3-ാം ദിവസം നിനിവേയിലേക്ക് ആ മത്സ്യം യോനായെ ശ്രദ്ധിച്ചിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരികളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ദൈവത്തിൽ നിന്ന് ഓടിയകന്ന യോന, ലക്ഷ്യം മറന്ന യോന എവിടെ പോയോ അവിടെയെല്ലാം അസ്വസ്ഥതകളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഓടിയവൻ എവിടെ പോയാലും, ആരോടൊക്കെ സംസാരിച്ചാലും, എവിടെയൊക്കെ നീ എന്തൊക്കെ ചെയ്താലും അവിടെയെല്ലാം അസ്വസ്ഥതകളും നാശങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കപ്പലിൽ ചെന്നപ്പോൾ കപ്പൽ തകരുമെന്ന ഒരവസ്ഥ. മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നപ്പോൾ മത്സ്യത്തിന് അവനെ ദഹിക്കുന്നില്ല. 3 ദിവസമായിട്ടും മത്സ്യം വയറുവേദന കൊണ്ട് നടക്കുകയാ. അവസാനം ഈ വൃത്തികെട്ടവനെ എവിടെയെങ്കിലും കൊണ്ടയിടാമെന്ന് പറഞ്ഞ് നിനിവേയിൽ കൊണ്ട് ഛർദ്ദിച്ചിടുന്ന മത്സ്യത്തിന്റെ ഉള്ളിൽ പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥ. മത്സ്യത്തിന് പോലും അസ്വസ്ഥതയാണ്. അവൻ മൂലം വയറുവേദന കൊണ്ട് 4 പാടും ഓടുന്ന മത്സ്യം. അതിനുശേഷം മടുത്ത് ഇവനെ വേണ്ട, വേറെ ആരെങ്കിലും മതി എന്ന് പറഞ്ഞ് അവനെ ഛർദ്ദിച്ചിടുകയാണ് നിനിവേയിൽ കൊണ്ടുപോയിട്ടിട്ട് തീർന്നോ? കഥ ഇല്ല. അവിടെ കിടന്നുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിനിവേ നഗരത്തിലേക്ക് പോയിട്ട് ദൈവത്തിന്റെ വചനം പറയുക, മാനസാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കുമെന്ന്. ദൈവത്തിന്റെ കോപം നിങ്ങളെ മേൽ പതിക്കുവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ജനം മുഴുവൻ ചാരം പൂശി ചാക്കുടുത്ത് മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. ഇവൻ ആ ജനത്തിന്റെ
നാശം കാണുവാനായിട്ട് മാറിയിരുന്ന് ഇപ്പോൾ ദൈവം ശിക്ഷിക്കും. അവരുടെ നാശം കാണുവാനായിട്ട് കാത്തിരിക്കുന്ന യോനാ പ്രവാചകൻ, യോനായിക്ക് തണൽ നൽകുന്നതിനായിട്ട് ദൈവം ഒരു വൃക്ഷത്തെ മുളപ്പിക്കുന്നുണ്ട്, ഒരു ചെടിയെ. ആ ചെടിയുടെ ചുവട്ടിലിരുന്ന് സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് ആ ചുടുകാറ്റിലും കാറ്റ് കെട്ടിക്ക് തണലിൽ ഇരുന്നു കൊണ്ട് യോനാ പ്രവാചകൻ ആ നിനിവേ നഗരവാസികളുടെ നാശത്വം കാത്തിരിക്കുകയാണ്. പക്ഷേ ദൈവം അവരുടെ മാനസാന്തരം കണ്ട് കരളലിഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ്. ഉടനെ തന്നെ ദൈവത്തോട് ദേഷ്യപ്പെടുന്ന യോന, അതിനുശേഷം യോന നോക്കുമ്പോൾ അവിടെ തനിക്ക് തണൽ നൽകുവാനായിട്ടിരുന്ന ആ ചെടി ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ അവന് കാണുവാൻ സാധിച്ചു. അവനിരുന്ന് അത്രമാത്രം സന്തോഷത്തോടെ ആ പൊരിയുന്ന വെയിലിലും തനിക്ക് തണൽ നൽകുവാനായിട്ട് കിളുത്ത ആ വൃക്ഷം ഉണങ്ങിപ്പോയത് കണ്ട് യോനാ പ്രവാചകൻ ദൈവത്തോട് അരിശപ്പെടുകയാ. എവിടെ പോയാൽ ആ ചെടി പോലും ഉണങ്ങിപ്പോകുന്ന അവസ്ഥ. ചിലരെങ്ങനെയാ, ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ അസ്വസ്ഥത, അവൻ പോകുന്നിടത്ത് അസ്വസ്ഥത. പള്ളിയിൽ പോയാൽ പള്ളിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ. കുടുംബശ്രീ അല്ലെ, കുടുംബസംഘം, അയൽക്കൂട്ടത്തിൽ പോയാൽ അവിടെയും അടി. അല്ലെങ്കിൽ മറ്റു പലതിലേക്കും പോയാൽ എവിടെ പോയാലും അസ്വസ്ഥത. സ്കൂളിൽ പോയാൽ അവിടെ അസ്വസ്ഥത. എവിടെ പോയാലും അസ്വസ്ഥതകൾ. ദൈവത്തിൽ നിന്ന് ഓടുന്നവൻ എവിടെ പോയാലും ഗതി പിടിക്കത്തില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവനാ. ദൈവത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവനാ. എന്നിട്ട് നീ അതെല്ലാം മറന്നുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട് നീ എവിടെ പോയാലും ആരോടൊക്കെ സംസാരിച്ചാലും നീ പോകുന്നിടത്തെല്ലാം നീ ഒരു ദുരിതമായിരിക്കും, നീ ഒരു അസ്വസ്ഥതയായിരിക്കും. അത് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. അതുകൊണ്ട് വന്നത് എവിടെ നിന്നാണെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. എന്റെ കുടുംബം നല്ല കുടുംബമാണെങ്കിൽ ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുമില്ലേ? ആ കുടുംബത്തിൽ നമ്മുടെ കാരണവന്മാരുടെ നല്ല പേര് നമ്മൾ നശിപ്പിക്കാതെ മുന്നോട്ട് പോകും. എങ്കിൽ ദൈവത്തിൽ നിന്ന് വന്ന് ഞാൻ എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ദൈവത്തിന്റെ പേര് നശിപ്പിക്കുകയും ചെയ്യുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവം ഹാഗാറിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? എവിടേക്കാണ്? എന്താ മറന്നുപോയോ? നീ എങ്ങോട്ട് പോകുന്നു? ദൈവം ഹാഗാറിനോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാ: നീ എങ്ങോട്ടാ മകനെ പോകുന്നത്? എങ്ങോട്ടാ നിന്റെ ജീവിതം പോകുന്നത്? ഓരോ ദിവസവും അസ്വസ്ഥതകളിലേക്കും പാപത്തിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും തെറ്റായ ബന്ധങ്ങളിലേക്കും കുറ്റം പറച്ചിലേക്കും കുറവുകളിലേക്കും ഒക്കെയാണോ നിന്റെ ജീവിതം പോകുന്നത്? എങ്കിൽ അങ്ങോട്ടല്ല നിന്റെ ജീവിതം പോകേണ്ടത്. നിന്റെ ജീവിതം പോകേണ്ടത് എങ്ങോട്ടാ? ദൈവത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. നിനക്ക് വേണ്ടി കാൽവരിയിൽ യാഗാർപ്പണം നടത്തിയ, നിന്റെ പാപങ്ങളാകുന്ന കുരിശുകൾ ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ചെയ്ത ആ ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യവും നിന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യവും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു ക്രിസ്തുവിനെ ലക്ഷ്യമായിട്ട് കരുതിയവരെല്ലാവരും അവന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട് മാറി. യേശു ക്രിസ്തുവിനെ ആരൊക്കെ അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമായിട്ട് കരുതിയോ അവരെല്ലാവരും യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് മാറി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കോ. യേശു ക്രിസ്തുവാണ് ഏക ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ലോകാതിർത്തികൾ വരെ യേശുവിന്റെ സാക്ഷികളായിട്ട് മാറുകയാണ്. മാരിയോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാരിയോ മുസ്ലിമായിരുന്ന വ്യക്തിയായിരുന്നു. വയനാട്ടിൽ ഒരു ഇമാമാകുവാനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മാരിയോ എന്ന് പറഞ്ഞ വ്യക്തി. മാരിയോ അല്ല, മുഹമ്മദ് എന്നായിരുന്നു അവന്റെ പേര്. ആ മുഹമ്മദ് ദൈവത്തെ കുറിച്ച് എവിടെയൊക്കെ പ്രസംഗങ്ങളുണ്ടോ ഒരു കൊച്ചച്ഛൻ എന്ന നിലയിൽ ജോലി ചെയ്യുകയായിരുന്നു മുഹമ്മദ്. ഒരു പലതരത്തിലുള്ള മുസ്ലിം ദേവാലയങ്ങളിൽ അവൻ പ്രസംഗിക്കുകയും അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി.
അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മുസ്ലിം പള്ളികളിൽ പോയിട്ടും അവർ മുഹമ്മദിനെ കുറിച്ചും അവന്റെ ഖുറാനെ കുറിച്ചൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ അദ്ദേഹം യേശു ക്രിസ്തു ഇല്ല എന്ന് ഒരു വചന സന്ദേശത്തിൽ പറയുകയാണ്. യേശു ക്രിസ്തു രക്ഷകനൊന്നുമല്ല, മുഹമ്മദ് മാത്രമേ ഉള്ളൂ, മുഹമ്മദിൽ വിശ്വസിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്ന ഒരു ചോദ്യമുള്ള, നീ യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കരുതെന്ന് നീ പറഞ്ഞല്ലോ, എങ്കിൽ പിന്നെ യേശുക്രിസ്തു ആരാണെന്ന് കൂടി നീ പറയണം. യേശുക്രിസ്തു ദൈവമല്ലെന്ന് നീ പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കരുതെന്ന് നീ പറഞ്ഞു, എങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന് കൂടി നീ പറയണം. അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. ശരിയാണ്, ഞാൻ യേശുക്രിസ്തു ദൈവമല്ല, അവനിൽ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു, എങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന് കൂടി ഞാൻ പറയണ്ടേ. അങ്ങനെ അവൻ യേശുക്രിസ്തു ആരാണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാ. അള്ളാഹുവിനെ വിളിച്ച് അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാ, ദൈവമേ, എനിക്ക് യേശുക്രിസ്തു ആരാണെന്ന് കാണിച്ചു തരണമേ. ഉടനെ തന്നെ അവൻ ഒരു വെളിപാട് പോലെ ഖുർആൻ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. ഖുർആൻ എടുത്ത് വായിച്ചപ്പോൾ അവന് കാണുവാൻ സാധിച്ചത് ഇപ്രകാരമാ, ഖുർആൻ മുഴുവൻ വായിച്ചത് ഒറ്റയടിക്കില്ലെന്ന്. അപ്പോൾ അവന് മനസ്സിലായി, ഖുർആനിൽ മുഹമ്മദിനെ കുറിച്ച് വെറും 4 തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് 25 തവണ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്നിട്ട് അവൻ തുടർന്നും വായിച്ചു, യേശുക്രിസ്തു ആരാണ്? മുഹമ്മദിനേക്കാൾ കൂടുതൽ തവണ യേശുക്രിസ്തുവിനെ കുറിച്ച് ഖുർആനിൽ, മുസ്ലിങ്ങളുടെ വചനഗ്രന്ഥമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരാണ്? അത് മനസ്സിലാക്കുവാനായിട്ട് അവൻ വീണ്ടും വായിക്കുകയാണ്. എന്നിട്ട് മനസ്സിലാക്കുകയാണ് ഇപ്രകാരം, ഖുർആനിൽ ഒരു സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എന്നാൽ മറിയത്തെ കുറിച്ച് ഖുർആന്റെ ഒരു അധ്യായം മുഴുവൻ വിവരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് പ്രകാരമാ, ആ ഖുർആനിൽ മറിയത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നും അദ്ദേഹം വായന തുടരുകയാണ്. കർത്താവായ യേശുക്രിസ്തുവേ, നീ മറിയത്തിന്റെ പുത്രനാണ്, എങ്കിൽ നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പ്രവാചകനാണല്ലോ എന്ന് കരുതി അവൻ ഇരിക്കുകയാണ്. എന്നിട്ടും അവന് ഉത്തരം കിട്ടുന്നില്ല. യേശുക്രിസ്തു ആരെന്ന് മുഹമ്മദിനേക്കാൾ കൂടുതൽ തവണ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ ഒരു നബിയുടെ അടുത്ത് പോയിട്ട്, അവനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു മുസ്ലിം പുരോഹിതന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ആരാണ്? 3 കാര്യങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. ഒന്ന്, സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവാണ്. രണ്ടാമതായിട്ട് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനമാണ് യേശുക്രിസ്തു. മൂന്നാമതായിട്ട് അവനെ കുറിച്ച് പറയുന്നതാണ് ഈസാ മസീഹ, യേശുക്രിസ്തു രക്ഷകനാണ്. ഈ 3 കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. മുഹമ്മദിനെ കുറിച്ച് പോലും പറയാത്ത കാര്യം, ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ വചനമാണ്. മൂന്നാമതായിട്ട് പറയുന്നത് യേശുക്രിസ്തു രക്ഷകനാണ്. ഇത് കേട്ടപ്പോൾ മുതൽ യേശുക്രിസ്തു വചനമാണെങ്കിൽ, യേശുക്രിസ്തു വചനമാണെങ്കിൽ നബിയോട് ചോദിക്കുന്നത് പ്രകാരമാണ്, യേശുക്രിസ്തു ആണോ ഈ ലോകം സൃഷ്ടിച്ചത്? അവൻ സൃഷ്ടിയാണോ അതോ സൃഷ്ടാവാണോ? അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാ, വളരെ വ്യക്തമാ. അവൻ സൃഷ്ടാവാണോ സൃഷ്ടിയാണോ? കാരണം ചോദിക്കാൻ കാരണം ഇതാ, കാരണം ദൈവം വചനത്താൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു വചനമാണെന്ന് പറയുമ്പോൾ അവൻ വചനമാണോ സൃഷ്ടാവാണോ? അത് ആ നബിക്ക് വളരെ കൺഫ്യൂഷനായി. അത് ഒരിക്കൽ വചനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത് മുസ്ലിങ്ങൾ എന്നൊരു ചോദ്യം വരും. സൃഷ്ടാവാണെന്ന് പറഞ്ഞാലും അവർ മുഹമ്മദ് മാത്രമേ ദൈവമായിട്ട് കരുതുന്നുള്ളൂ, അതും പ്രശ്നമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഒരു ഉത്തരം കിട്ടുന്നില്ല. ഉടനെ തന്നെ നബി അവനെ ഓടിക്കുകയാണ്. അവൻ സൃഷ്ടാവുമല്ല സൃഷ്ടിയുമല്ല എന്ന് പറഞ്ഞ് ഓടിക്കുകയാണ്. അത് ഈ വ്യക്തിക്ക് ഒരു
സന്തോഷം നൽകുന്ന ഉത്തരമായിരുന്നില്ല. അതിനാൽ തന്നെ വീണ്ടും പ്രാർത്ഥിക്കുകയാ, ദൈവമേ യേശുക്രിസ്തു ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ ഖുർആൻ എടുത്ത് വായിച്ചപ്പോൾ അവന് ലഭിക്കുന്ന വചനം ഇതാണ്: നിനക്ക് ഖുർആനിൽ ഉത്തരം യേശുക്രിസ്തു ആരാണെന്ന് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമായ ബൈബിൾ എടുത്ത് വായിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അവൻ ബൈബിൾ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അവൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് അവന് മനസ്സിലായി. ഇന്നവൻ ലോകം മുഴുവൻ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന മാരിയോ എന്നറിയപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളുടെ ധ്യാന കേന്ദ്രമായ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം മാനസാന്തരപ്പെട്ട ഈ മുസ്ലിം മാരിയോ എന്ന് പേര് സ്വീകരിച്ച ഈ വ്യക്തിയുടെ വചന പ്രഘോഷണം കേട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. അവരുടെ തന്നെ കുലത്തിൽ നിന്നും അവരുടെ മുസ്ലിങ്ങളിൽ നിന്നും ഒത്തിരിയേറെ ജീവന ഭീഷണി ഉണ്ടായിട്ട് പോലും ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന മാരിയോ. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തെ തിരിച്ചറിഞ്ഞവരെല്ലാം ദൈവത്തിന് സാക്ഷികളായിട്ട് മാറും. കാരണം അവൻ മാത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും നിന്റെ ജീവിതത്തിൽ നിന്റെ ലക്ഷ്യം നീ മറന്നു പോകരുത്. ഒരിക്കലും പ്രശ്നങ്ങളുണ്ടാകാം, മനുഷ്യർക്ക് പ്രതിസന്ധികളുണ്ടാകാം. അവയുടെ മധ്യത്തിൽ നീ ഒരിക്കലും നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്നത് നീ മറന്നു പോകരുത്. വാൻത്വാൻ, ബിഷപ്പ് വാൻത്വാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബിഷപ്പ് വാൻത്വാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ സമയത്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും അതിനുശേഷം ഒത്തിരിയേറെ വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിന്റെ സമയത്ത് ജയിലിൽ തടങ്കലിൽ കഴിഞ്ഞ വ്യക്തിയാണ്. ആ മനുഷ്യനെ ബിഷപ്പിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ആ ക്രിസ്തീയ സമൂഹത്തിന് പറയുവാനുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ബിഷപ്പായിട്ട് വെറും 8 വർഷം മാത്രമേ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുള്ളൂ. 40 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹം ഒത്തിരിയേറെ ദുഃഖിക്കുകയാണ്. അദ്ദേഹം വേദനിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ 40 വർഷം മാത്രമേ എനിക്ക് പ്രായമായിട്ടുള്ളൂ. 8 വർഷക്കാലത്തെ ബിഷപ്പായിട്ടുള്ള മെത്രാനായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. എനിക്കിനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇന്ന് ഞാൻ ഈ തടങ്കലിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുകയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല. ഇനി ഞാൻ എങ്ങനെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമെന്ന് വേദനിക്കുന്ന വാൻത്വാൻ അങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി പ്രാർത്ഥനയുടെ വേളയിൽ അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു തിരിച്ചറിവും അരുളപ്പാടും ഉൾക്കാഴ്ചയും ലഭിക്കുക. എന്നിട്ട് ആ ഉൾക്കാഴ്ച ഇപ്രകാരമായിരുന്നു: നീ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളും തമ്മിൽ നിനക്ക് വേർതിരിക്കുവാൻ സാധിക്കണം. ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും വിവേചിച്ചറിയുവാൻ നിനക്ക് നിന്റെ ജീവിതത്തിൽ സാധിക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളും വിവേചിക്കണം. നീ എന്ന് ചെയ്തു കൂട്ടുവാൻ ആഗ്രഹിക്കുന്നതൊന്നും ദൈവമല്ല, നേരെമറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ മാത്രമാ. നീ എന്ന് വിചാരിക്കുന്നുണ്ട് നിനക്ക് നീ സ്കൂളുകൾ സന്ദർശിക്കണം, ഓരോ ഇടവകയും പോകണം, ആ ഇടവക നവീകരണത്തിനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, മാതൃസംഘടനകളിൽ പിതൃസംഘടനകളിലൊക്കെ പ്രവർത്തിക്കണം, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകണമെന്നൊക്കെ നീ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ദൈവമല്ല, നേരെമറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികളാ. എന്നിട്ട് ദൈവം കൂട്ടിച്ചേർത്തത് പ്രകാരമാ. അത് ദൈവത്തിന്റെ പ്രവൃത്തികളാണെങ്കിൽ നിന്നേക്കാൾ മനോഹരമായിട്ട് ആ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിവുള്ളവരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തെ മാത്രം നീ കൂട്ടുപിടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവിനെ നിന്റെ ദൈവമായിട്ട് കൂട്ടുപിടിക്കുക. മറ്റുള്ളതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികൾ മാത്രമാ. ഹല്ലേലൂയ. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഹായ്പോങ് എന്ന് പറഞ്ഞ തുറമുഖത്തിലേക്ക്
കിഴക്ക് ദേശത്തേക്കുള്ള മറ്റൊരു ജയിലിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനായിട്ട് ഹായ്പോങ് എന്ന് പറഞ്ഞ തുറമുഖത്തേക്ക് ഈ വാൻത്വാനെ കൊണ്ടുവരികയാ. വാൻത്വാൻ ചുറ്റും നോക്കുമ്പോൾ 1500ഓളം മറ്റു തടവുകാർ അവിടെ നിൽക്കുകയാ. ആ നിമിഷം അവനൊരു അരുളപ്പാട് കിട്ടിയതുപോലെ അവൻ ഉറക്കെ പ്രഘോഷിക്കുകയാ, ഇതാ എന്റെ ദേവാലയം, ഇതാ എന്റെ ജനം, ദൈവജനം. ഇവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഒരുക്കി കൊണ്ടുവന്നിരിക്കുകയാ. എന്റെ ദൗത്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ വേദനിക്കുന്ന തിരസ്കരിക്കപ്പെട്ട ഈ 1500ഓളം തടവുകാർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ. വാഗ്ദാനം വലിയൊരു അരുളപ്പാട് ലഭിക്കുകയാ. ഇതാ എന്റെ ദേവാലയം, ഇതാ എന്റെ ദൈവജനം. ഈ ദൈവജനത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാ എന്റെ വലിയ ദൗത്യം. സ്കൂളുകൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ മാതൃസംഘടനകളിലും പിതൃസംഘടനകളിലും അവർക്ക് ഉപദേശം കൊടുക്കുകയോ ഇടവകകൾ സന്ദർശിക്കുകയോ ഒന്നുമല്ല എന്റെ ലക്ഷ്യം. നേരെ മറിച്ച് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് തടങ്കലിൽ പെട്ടിരിക്കുന്ന ഈ 1500ഓളം തടവുകാർക്ക് പ്രത്യാശയാവുക എന്നുള്ളതാ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് തടങ്കലിൽ നിന്നും പുറത്തു വന്നപ്പോൾ 2000 ആണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവജനത്തെ ആ റോമൻ കൂരിയയിലെ ധ്യാനം നടത്തുവാനായിട്ട് വിളിക്കുന്നത് മറ്റാരെയുമല്ല, ഈ വാൻത്വാനിയ. ആ സമയത്ത് വാൻത്വാൻ തന്റെ ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ മുൻപ് ഉദ്ധരിച്ചവ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. റോമ നഗരത്തിൽ യേശുക്രിസ്തുവിന്റെ മരണശേഷം ഒത്തിരിയേറെ പീഡനങ്ങളൊക്കെ നടക്കുന്ന സമയം, ആ കാലഘട്ടത്തിൽ റോമ നഗരത്തിൽ ഒത്തിരിയേറെ പീഡനങ്ങളാണ്. ഒത്തിരിയേറെ ക്രിസ്തു ശിഷ്യന്മാരെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ഒത്തിരിയേറെ ശിഷ്യന്മാർ വറചട്ടിയിലേക്ക് നയിക്കപ്പെട്ടു. എണ്ണയിലിട്ട് അവരെ വാർത്തെടുക്കുന്ന അവസ്ഥ. ഒത്തിരിയേറെ ശിഷ്യന്മാരുടെ ശിരസ് ഛേദനം ചെയ്തു. അങ്ങനെ ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ കടന്നു പോവുക. തലകീഴായിട്ട് ഒത്തിരിയേറെ പേരെ കുരിശിൽ തറച്ചു. ഇതെല്ലാം കണ്ട് രക്തപ്പുഴ കൊണ്ട് രക്തപ്പുഴയാൽ നിറഞ്ഞു നിൽക്കുന്ന റോമ നഗരം കണ്ട് നിരാശനായ പത്രോസ്ലേഹ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ആ ദേശത്ത് നിന്നും റോമ നഗരത്തിൽ നിന്നും സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ഓടി രക്ഷപ്പെടുന്ന പത്രോസ്ലേഹ. അങ്ങനെ പത്രോസ്ലേഹ മുന്നോട്ട് പോകുമ്പോൾ അതിന് യേശുക്രിസ്തു അവന് സമീപം കടന്നു വരികയാണ്. എന്നിട്ട് യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൊവാദീസ് ഡോമിനെ, കൊവാദീസ് ഡോമിനെ, നീ എവിടേക്ക് പോകുന്നു? നീ എവിടേക്ക് പോകുന്നു? പെട്ടെന്ന് പത്രോസ് ആശ്ചര്യപ്പെടുകയാണ്. എന്നിട്ട് യേശുക്രിസ്തു അവനോട് പറയുന്ന ഒരു വചനമിതാ, നീ രക്ഷപ്പെട്ടുകൊള്ളുക, നീ നിന്റെ സുരക്ഷിതത്വം നോക്കി ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ റോമ നഗരത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാ. എനിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്ന ആ ജനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടുവാനായിട്ട് ഞാൻ റോമിലേക്ക് പോവുകയാണെന്ന് പത്രോസിനോട് യേശുക്രിസ്തു പറയുകയാണ്. ഇത് കേട്ട ഉടനെ പത്രോസ് അവിടെ നിന്നും തിരിച്ച് റോമിലേക്ക് പോവുകയും അവിടെ റോമിൽ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, അനുയായികൾക്ക് വേണ്ടി അവിടെ കുരിശിൽ മരിക്കുകയും ചെയ്യുന്ന പത്രോസ്ലേഹ ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ലക്ഷ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഈ ലക്ഷ്യം മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ സുഖമനുസരിച്ച് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല. പക്ഷേ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ഐശ്വര്യവും സന്തോഷവും കണ്ടെത്തും. ഒരിക്കൽ കുട്ടികൾക്കുള്ള ധ്യാനം ലോഗോസ് ധ്യാന കേന്ദ്രത്തിൽ ബാംഗ്ലൂർ നടത്തുകയായിരുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുവാൻ ഇടയായത് എന്നും എന്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ പെൺകുട്ടി 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഒത്തിരിയേറെ സന്തോഷം മുഖത്ത് കാണുവാൻ നമുക്ക് സാധിക്കും. ഒത്തിരിയേറെ സന്തോഷം. മാതാപിതാക്കന്മാരോട് കൂടി ആ ധ്യാനത്തിലേക്ക് വന്നവർക്ക് എന്റെ ഓർമ്മയിലുണ്ട്. മാതാപിതാക്കന്മാർക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ 100 നാവാ.
ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പറയുവാനുണ്ട്. നല്ല പെൺകുട്ടിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാ: ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയാണ്, എന്നിട്ട് അത് നടന്നില്ല. പിന്നീട് എനിക്ക് മാതാപിതാക്കന്മാരുടെ അവരറിയാതെയാണ് ചെയ്തത്. പിന്നീട് എനിക്ക് പലതവണ ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു പ്രവണതയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. എന്താണ് കാരണമെന്ന് ചോദിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചു, ആ പെൺകുട്ടി ഒത്തിരിയേറെ പാപത്തിന്റെ മേഖലകളിലേക്ക് കടന്നുപോയതാണ്. വീട്ടിൽ ഒത്തിരിയേറെ നല്ല സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും നല്ല രീതിയിൽ മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ടു വന്നെങ്കിലും അവർ ഒരിക്കൽ പോലും തെറ്റേതാണ് ശരി ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ചോദിച്ചതെല്ലാം എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ മൊബൈൽ ഫോൺ ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല മൊബൈൽ ഫോൺ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് ചോദിച്ചപ്പോൾ ഈ ബാംഗ്ലൂരിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാർ മേടിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ തെറ്റേതാ ശരിയേതാന്ന് അവർ പറഞ്ഞു തന്നിട്ടില്ല. ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഒത്തിരിയേറെ ചെറുപ്പക്കാരുമായിട്ട് ലൈംഗികമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഞാൻ ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് പോലും എനിക്ക് 2 ചെറുപ്പക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. 2 ചെറുപ്പക്കാരുമായിട്ട് ഞാൻ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒത്തിരിയേറെ എൻ്റെ കൂടെ പഠിക്കുന്നവർ, അയൽപക്കത്തുള്ളവർ, അതുപോലെ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴൊക്കെ ഒത്തിരിയേറെ വ്യക്തികളുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ജീവിതത്തിൽ സുഖം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അതൊക്കെ ഒത്തിരിയേറെ നിരാശയാണ്. ഞാൻ ജീവിതത്തിൽ ആത്മഹത്യാ പ്രവണതയുടെ വക്കിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് പുറകെ ഓടിയ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകം വെച്ച് നീട്ടുന്ന ഒത്തിരിയേറെ സുഖങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ നക്കാപ്പിച്ച സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ജീവിതം. ആ ജീവിതം ദൈവത്തിന് വേണ്ടി ആടിത്തീർക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ കൃപകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയുള്ളൂ. ആ ജീവിതം, ആ പെൺകുട്ടി ഒത്തിരിയേറെ കൗൺസിലിങ്ങിനും അതിനുശേഷം ഒത്തിരിയേറെ അച്ഛന്മാർക്കും അതിനുശേഷം ഒത്തിരിയേറെ ധ്യാനങ്ങൾക്ക് വിട്ടതിന് ശേഷം ആ പെൺകുട്ടി ഏകദേശം 2 ആഴ്ച മുമ്പ് എന്നെ വിളിക്കുകയുണ്ടായി. ഇപ്പോൾ ഒത്തിരിയേറെ നല്ല ഒരു രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് ആ പെൺകുട്ടി പങ്കുവയ്ക്കുകയുണ്ടായി. എന്നിട്ട് അവൾ പറഞ്ഞ ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു, എന്നെ സ്പർശിച്ചത് ഇപ്രകാരമാണ്: അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ, ധ്യാനിപ്പിക്കാനോ എന്തിനെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഈ ലോകത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് കിട്ടുന്നത് നിരാശ മാത്രമാണ്. അത് നമ്മുടെ മറ്റു പലതിലേക്ക് നയിക്കും. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഒത്തിരിയേറെ ആത്മീയമായ സന്തോഷം നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തിയവരെല്ലാം പുതിയ വഴികൾ തിരഞ്ഞെടുത്തവരാ. യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവരെല്ലാം നമുക്കറിയാം. യേശുക്രിസ്തുവിനെ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് വന്ന 3 ജ്ഞാനികൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയതിനു ശേഷം, തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്നത് പ്രകാരമാണ്. അവർ വന്ന വഴിയെ അല്ല തിരിച്ചു പോകുന്നത്, നേരെ മറിച്ച് മറ്റൊരു വഴിയെ തിരിച്ചു പോയെന്നാ പറയുക. നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടെത്തി കഴിഞ്ഞാൽ നീയും മറ്റൊരു വഴി സ്വീകരിച്ചിട്ട് വേണം ഈ വചന കൂടാരത്തിൽ നിന്ന് പോകുവാൻ. ഒരുപക്ഷെ പാപത്തിന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ച വ്യക്തിയായിരിക്കാം നീ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരിക്കാം, ആസക്തികളാൽ കലുഷിതമായതായിരിക്കാം നിന്റെ ജീവിതം. പക്ഷേ ഈ ദേവാലയത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നീ നടന്നു പോകേണ്ടത് മറ്റൊരു വഴിയിലൂടെയാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സംഭവം കൂടി വിവരിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അർമീനിയയിലെ സെബാസ്തേ എന്ന് പറഞ്ഞ ഒരു നഗരം, ആ നഗരത്തിൽ റോമാക്കാരുടെ നഗരമായിരുന്നു. ആ നഗരത്തിൽ സൈന്യത്തിലായിരുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്.
സൈന്യത്തിന് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആ നഗരത്തിൽ ഒരു പതിവുണ്ട്. സീസറിന്റെ വലിയൊരു പ്രതിമയ്ക്ക് മുമ്പിൽ അവർ ധൂപം അർപ്പിച്ചതിന് ശേഷം മാത്രമേ കടന്നു പോകുവാൻ പാടുള്ളൂ. അപ്രകാരം ധൂപാർപ്പണം നടത്തുവാൻ വേണ്ടി എല്ലാവരും നിർബന്ധിതരായിരുന്നു, സൈന്യത്തിൽപ്പെട്ട എല്ലാവരും. അങ്ങനെ ധൂപം അർപ്പിക്കുവാനായിട്ട് ക്രിസ്ത്യാനികളായ 40 സൈനികർ വിസമ്മതിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ആ ദൈവത്തിന് മാത്രമേ ഞങ്ങൾ ധൂപം അർപ്പിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന 40 സൈനികർ. ഈ സൈനികരെ അതിൽ നിന്ന് മാറ്റുന്നതിനായിട്ട് രാജാവ് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പറയുക. ഞങ്ങൾ ഇത് ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊള്ളാം, ഒത്തിരിയേറെ ഓഫറുകൾ അവരുടെ ജീവിതത്തിലേക്ക് വയ്ക്കുകയാണ്. എന്നിട്ടും അവർ തയ്യാറാകുന്നില്ല. അവർ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ആ 40 സൈനികരെയും മറ്റു സൈനികർ പിടിച്ചു കൊണ്ടുവന്ന് ബന്ദിയാക്കി മരണത്തിനായിട്ട് വിടുകയാണ്. അങ്ങനെ മരണത്തിനായിട്ട് രാജാവ് ഇപ്രകാരം കൽപ്പിക്കുകയാണ്, ഇവരെ 40 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. എന്നിട്ട് അവരെ 40 പേരെയും നവംബർ മാസത്തെ ചുട്ട് തണുത്ത് മരവിക്കുന്ന ആ ശൈത്യകാലത്ത് ആ 40 പേരെയും കൂടി ക്രിസ്മാർക്ക് എന്ന് പറഞ്ഞ ഒരു നദീ തീരത്തേക്ക് നയിക്കുകയാണ്. എന്നിട്ട് അവരെ നയിക്കുന്നത് പ്രകാരമാണ് അവരുടെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി ഉറച്ച് തണുത്തുറഞ്ഞു കിടക്കുന്ന ആ നദിയിലേക്ക് അവരെ അനയിക്കുകയാണ്. അങ്ങനെ 40 പേരെയും ആ നദിയിൽ നിർത്തുമ്പോൾ നാം മനസ്സിലാക്കണം, ഒരു ശകലം സമയം നമ്മൾ തണുപ്പത്ത് ഐസ് കട്ടയിൽ കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ മരവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇപ്രകാരം തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു നദിയുടെ മുകളിൽ ഈ 40 വ്യക്തികളെ നിർത്തുമ്പോൾ തണുപ്പ് അവരുടെ ശരീരത്തേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് അവിടെ ആ സൈന്യാധിപൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കായിട്ട് തീ കൂട്ടിയിട്ടുണ്ട് പുറത്ത്, അതുപോലെ നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയും ചൂട് കാഞ്ഞുകൊണ്ട് തീ കാഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയും ചെയ്യാം. ദൈവത്തിന് വേണ്ടി, നിങ്ങളുടെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ വധശിക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട് ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ആ ശതാധിപൻ ആ തീ കാഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്, അവരുടെ മരണം സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ട്. അങ്ങനെ ഓരോ വ്യക്തികളും 40 പേരിൽ ഓരോ വ്യക്തികളും തണുപ്പ് കയറി മരിച്ച് വീഴുകയാണ്, താഴേക്ക് മരിച്ചു വീഴുകയാണ്. അങ്ങനെ 39 പേരും മരിച്ചു വീണു. ആ സമയത്ത് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, റോമാക്കാർ ഒരു കുറ്റവാളിയെ പോലെ കൊന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ തിരിച്ചു വന്ന് തീ കാഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് തീ കാഞ്ഞ് ഭക്ഷണം കഴിച്ച് വീണ്ടും ജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് ശതാധിപൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ 39 പേരും മരിച്ചു വീണു. 40-ാമത്തവൻ ഈ 39 പേരുടെയും മരണം കണ്ടപ്പോൾ നിരാശപ്പെടുകയാണ്, അവന് ഭയം കയറുകയാണ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഇപ്രകാരം പറയുകയാണ്, എനിക്ക് കർത്താവായ യേശുക്രിസ്തു വേണ്ട, എനിക്ക് എന്റെ ജീവൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടി വരുന്ന ആ 40-ാമൻ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. തീ കായുവാനായിട്ട്, ജീവൻ രക്ഷിക്കുവാനായിട്ട് ആ ഒരുവൻ തിരിച്ചു വരികയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ ആ ശതാധിപൻ അവിടെ ഇരുന്ന് കാണുന്ന ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം ഇപ്രകാരമാ, 40 മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് 40 കിരീടങ്ങളുമായിട്ട് ഇറങ്ങി വന്നിട്ട് ആ മരിച്ചു വീഴുന്ന ഓരോ വ്യക്തികളുടെ ആത്മാവിനെയും ശിരസിൽ ഈ കിരീടമണിയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഒരു ദൃശ്യം. ആ ദൃശ്യം കാണുമ്പോൾ ആ ശതാധിപന് അത്ഭുതമാവുകയാ. എന്നിട്ട് ആ ശതാധിപൻ നോക്കുമ്പോൾ ഒരു മാലാഖ മാത്രം, 40-ാമത്തെ മാലാഖ ഒത്തിരിയേറെ കണ്ണീരോടുകൂടി ആ കിരീടവും പിടിച്ച് അവിടെ നിൽക്കുകയാണ്. കാരണം ഒരുവൻ സ്വന്തം സുഖത്തിന് വേണ്ടി, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ മറന്നുകൊണ്ട് ലോക സുഖങ്ങൾക്ക് വേണ്ടി അവൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ മാലാഖ വേദനിക്കുകയാണ്. ഇത് കണ്ട് ശതാധിപൻ ഉടനെ തന്നെ തന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി ആ ഐസ് കട്ടയിലേക്ക് നടന്നു ചെന്ന് അവിടെ നിന്ന് മരണം ഏറ്റുവാങ്ങി 40-ാമത്തെ മാലാഖ ആ മനുഷ്യന്റെ ആത്മാവിനെ
കിരീടമണിയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സഭയ്ക്ക് 40 രക്തസാക്ഷികളെയും 40 വിശുദ്ധന്മാരെയും ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ആ ഒരു ശിഷ്യനെ പോലെ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും അതേസമയം ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ദൈവത്തെ മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷ നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നതും നീ സഞ്ചരിക്കേണ്ടത് യേശു ക്രിസ്തുവിലേക്കാണെന്നും നീ കടന്നു വന്നത് യേശു ക്രിസ്തുവിൽ നിന്നാണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. അല്ലാതെ നീ ഓടുന്ന ഓട്ടമെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. അവനാണ് നിന്റെ അഭയശില, അവൻ മാത്രമാണ് നിന്റെ കോട്ട. നിനക്ക് പ്രത്യാശ അവനിൽ മാത്രമേ ഉള്ളൂ. എന്റെ നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമാണ് എൻ്റെ അഭയം, ദൈവമാണ് എൻ്റെ കോട്ട, അവനിൽ മാത്രമേ എനിക്ക് പ്രത്യാശയുള്ളൂ. വിശ്വസിച്ചുകൊണ്ട് തുടർന്നും ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന ലക്ഷ്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവനെ തൊട്ട് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് എന്റെ രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിലും തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.